കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ചേലക്കര മണ്ഡലം. ചേലക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി UR പ്രദീപാണ് നമുക്കൊപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിൽ വളരെ വേരോട്ടമുള്ളൊരു മണ്ണാണ് ചേലക്കര മണ്ഡലം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും ഇതിലെ വിജയപ്രതീക്ഷ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. 96 മുതൽ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രതിനിധികൾ നിലയ്ക്ക് ജനങ്ങളോട് പറഞ്ഞ വാക്ക് വളരെ കൃത്യമായി അത് പാലിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും നടത്തിയ തെളിവാണ് വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തിന് ചേർത്ത് പിടിക്കുന്ന ഒരു മണ്ഡലമായി മാറിയിട്ടുള്ളത്. ഇക്കുറിയും അത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ വികസനം നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മികച്ച രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ചേലക്കരയ്ക്കും വലിയൊരു നേട്ടം 2,000 കോടിയുടെ വികസനം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജനം കാണുന്നതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായാലും റോഡായാലും കെട്ടിടങ്ങളായാലും ഇതെല്ലാം തൊട്ടറിയാണ്. അപ്പോൾ ഇത് നുണയല്ല, സത്യമാണ്. കഴിഞ്ഞ 10 വർഷം ഉണ്ടായ നേട്ടം അസാധ്യമായ ഒരു മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. അതിൻ്റെ ഒരു പങ്ക് കേരളത്തിലും ചേലക്കരയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവ് തന്നെ. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെല്ലുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായി ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. എന്നർത്ഥം ജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നമുക്ക് ഇനി ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി പുതിയ നിർദ്ദേശങ്ങളാണ് തരുന്നത്. ആദ്യഘട്ട റൗണ്ട് പ്രചരണങ്ങളൊക്കെ തന്നെയും ഭൂരിഭാഗം സ്ഥാനാർത്ഥികളുടെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് മണ്ഡലത്തിലെ ഇവിടുത്തെ ഒരു പൊതുവെയുള്ള ഒരു അന്തരീക്ഷം, പ്രചരണത്തിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ? നമുക്ക് ഏതാണ്ട് ഇപ്പോൾ ആദ്യ റൗണ്ട് നമുക്ക് കഴിഞ്ഞു. വീണ്ടും ഈ രണ്ടാം ഘട്ടം ഇങ്ങനെ വന്ന് പ്രധാനപ്പെട്ട വ്യക്തികളും സെൻറ്ററുകളെല്ലാം കവർ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വളരെ ചെറിയ സമയമാണ് നമുക്ക് കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് സമയം അനുവദിച്ചു എന്നുള്ളത്. ആ സമയം എല്ലാ സ്ഥാനാർത്ഥികളും അത് തന്നെയാണ്. ഇടതുപക്ഷം കുറച്ച് നേരത്തെ ഞങ്ങൾ തുടങ്ങി പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഞങ്ങൾ ഫീൽഡിലിറങ്ങി പരമാവധി എല്ലാ സ്ഥലങ്ങളും കൂടി എത്താൻ പറ്റുമോ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം ആവേശകമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തിന് വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് ചേലക്കര. ആ പാരമ്പര്യം ഇത്തവണയും നിലനിർത്തുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറാമാൻ സജീവ് PK യോടൊപ്പം സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശ്ശൂർ.